റോഷിപാലിനെതിരായ ഒരു കൊലവിളി കണ്ടിട്ടുണ്ട്. അല്ല, ഈ നിമിഷം വരെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പോലും റോഷിപാലിനെതിരെ നടന്ന ഈ കൊലവിളിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അതിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ നടപടി ആവശ്യപ്പെടണ്ടേ, തള്ളി പറയണ്ടേ. ഇങ്ങനെ ഒരു കൂട്ടർ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയണ്ടേ. അങ്ങേറ്റം അപലപനീയമാണ്. റോഷിപാൽ എന്ന് മാത്രമല്ല, ഏത് മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാൻ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ അനുകൂലിക്കുന്ന എത്രയോ മാധ്യമപ്രവർത്തകരുണ്ട്. അവരെയെല്ലാം കൊന്നുകളയാനും അല്ലെങ്കിൽ ഒക്കെ ഞങ്ങൾ പറയാൻ പാടുണ്ടോ? അതല്ലല്ലോ വേണ്ടത്. പരാജയത്തിൻ്റെ അഹങ്കരിക്കുകയാണ്. ഒരു പാലക്കാട്ട് അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയതിൻ്റെ അഹങ്കാരമാണത്. ഒരു സീറ്റും പിടിച്ചെടുത്തിട്ടില്ല. ഒരു സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയതിൻ്റെ അഹങ്കാരത്തിലാണ്. ആ അഹങ്കാരം അവരെയെല്ലാം വല്ലാതെ കുഴപ്പക്കാരാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങേറ്റം അപകടകാരികളാക്കി മാറ്റിയിരിക്കുകയാണ്. അത് ആയുധമെടുത്ത് തീർത്തേക്ക് കയ്യിൽ കിട്ടിയാൽ നോക്കേണ്ടതില്ല എന്ന് റോഷിപാൽ എന്നൊരു റിപ്പോർട്ടറെ ചൂണ്ടി പറയുകയാണ്. അയാൾ എത്രയോ കാലത്തെ എക്സ്പീരിയൻസ്ഡ് റിപ്പോർട്ടറാണ്. റോഷിപാലിനോട് അഭിപ്രായ വ്യത്യാസം ഏതൊരാൾക്കാകാം. പക്ഷേ തീർത്ത് കളയാനാണോ പറയേണ്ടത്? സൈബർ ആക്രമണമാണോ നിർത്തേണ്ടത്? അത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ, ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സൈബർ അറ്റാക്കാണ്, അതിക്രമമാണ് ശ്രീ റോഷിപാൽ എന്ന റിപ്പോർട്ടിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത്.